നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ വർഷങ്ങളായിട്ട് നിക്ഷേപങ്ങൾ നടത്തുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ 1 ഏപ്രിൽ 2024 മുതൽ നിങ്ങളുടെ KYC പ്രോപ്പർ അല്ല എങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനോ മറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുവാനോ സാധിക്കുകയില്ല. എന്തൊക്കെയാണ് 1 ഏപ്രിൽ 2024 മുതൽ KYC റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്? ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ആണെങ്കിലും ഫ്യൂച്ചറിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും എങ്ങനെയാണ് അവരുടെ KYC റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഫർദറായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനും മറ്റുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യുവാനും സാധിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊരു AMCയിൽ, അതായത് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ സ്ഥിരമായിട്ട് നിക്ഷേപം നടത്തുന്ന വ്യക്തിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫർദറായിട്ട് നിക്ഷേപം ആ മ്യൂച്വൽ ഫണ്ടിൽ നടത്തുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം KYCയുടെ അപ്ഡേഷൻ സ്റ്റാറ്റസ് പലപ്പോഴും കാണിക്കുന്നത് രജിസ്റ്റേർഡ്, ഹോൾഡ്, വാലിഡേറ്റഡ്, റിജക്റ്റഡ്, അണ്ടർ പ്രോസസ്, ഇങ്ങനെ പല സ്റ്റാറ്റസും പല സമയങ്ങളിലും കാണിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ KYCയുടെ സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഫ്യൂച്ചറിലേക്ക് നിക്ഷേപം നടത്താൻ പറ്റും. പക്ഷേ പുതിയൊരു മ്യൂച്വൽ ഫണ്ടിൽ, അതായത് പുതിയൊരു AMCയുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ പറ്റുകയില്ല. ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന പല വ്യക്തികളും KYC റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ MF സെൻട്രൽ മുഖാന്തരമാണ് നിക്ഷേപം നടത്തുന്നത്. നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള നിക്ഷേപം HDFC മ്യൂച്വൽ ഫണ്ടിലാണ്. ആ HDFC മ്യൂച്വൽ ഫണ്ടിൽ തുടർന്നും നിങ്ങൾക്ക് നിക്ഷേപം നടത്തുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളുടെ KYC സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് ആണെങ്കിൽ. പക്ഷേ നിങ്ങളുടെ KYC സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് ആണ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ICICI മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങളുടെ KYC സ്റ്റാറ്റസ് വാലിഡേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ പുതിയൊരു AMCയുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ നിങ്ങൾ KYC ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകളിലെ KYCകൾ ചെയ്യുന്ന കമ്പനികൾ CDSLൻ്റെ CVL KYC, അതോടൊപ്പം തന്നെ NSDLൻ്റെ KRA, CAMS KRA, Karvy KRA എന്നീ പറയുന്ന 4 കമ്പനികളാണ് ഇന്ന് ഇന്ത്യയിൽ ഈ സർവീസ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന കമ്പനികളുടെ വെബ്സൈറ്റിൽ നോക്കി നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ KYCയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ KYC സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് ആകാം, വാലിഡേറ്റഡ് ആകാം, അല്ലെങ്കിൽ അണ്ടർ പ്രോസസ്സിംഗ് ആകാം, അല്ലെങ്കിൽ റിജക്റ്റഡ് ആകാം. അപ്പം നിങ്ങളുടെ KYC സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് പൊസിഷനുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം. പുതിയതായിട്ടുള്ള ഒരു AMCയുടെ സ്കീമിൽ നിക്ഷേപം നടത്തണമെങ്കിൽ നിങ്ങൾ KYC ചെയ്യേണ്ട അത്യാവശ്യവും ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ KYCയുടെ സ്റ്റാറ്റസ് വാലിഡേറ്റഡ് സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടതിൻ്റെതായിട്ടുള്ള ആവശ്യമുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെയും അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ള നിക്ഷേപങ്ങൾക്ക് KYC ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള KYC ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള KYC നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് KYC ചെയ്യേണ്ട, അല്ലെങ്കിൽ KYC ചെയ്യേണ്ട അത്യാവശ്യം വരുന്നില്ല. അപ്പോൾ ആധാറിൽ വരുന്ന, അല്ലെങ്കിൽ ആധാർ ഡീറ്റെയിൽസിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ലിങ്ക്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകളിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. റെസിഡൻറ്റ് ഇന്ത്യൻസ് അല്ലെങ്കിൽ ചില കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികൾക്ക് ആധാർ കാർഡ് ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ട് മുഖാന്തരം KYC ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആധാറിനെ ബേസ് ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് KYC ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ 4 സ്ഥാപനങ്ങൾ, NSDLൻ്റെ KRA, അതേപോലെ തന്നെ CDSLൻ്റെ KRA, കാർവിയും CAMSും ഓപ്പറേറ്റ് ചെയ്യുന്ന KRA. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നത് ആ മ്യൂച്വൽ ഫണ്ടുകളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് KYC ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് അവിടെയും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ KYC ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം.
നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് AMCയിൽ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്കും അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും ആ KYC ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മറ്റൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തണമെങ്കിൽ നിങ്ങളുടെ KYCയുടെ സ്റ്റാറ്റസ് വാലിഡേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഫർദർ ആയിട്ടുള്ള KYC ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. KYC ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആധാർ യൂസ് ചെയ്യാം, ആധാർ യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിജി ലോക്കറിൽ നിങ്ങളുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ NRIസിനെ സംബന്ധിച്ചിടത്തോളം ഈ KYC ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള KYC ആണ് ചെയ്യുന്നതെങ്കിൽ ആധാറിൽ നോർമലായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇന്ത്യയിലുള്ള മൊബൈൽ നമ്പർ ആയിരിക്കും. സാധാരണ OTP അപ്രൂവലോട് കൂടിയിട്ടാണ് നമുക്ക് ഇതേപോലെയുള്ള KYCകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ OTP ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ NRIസിനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനായിട്ട് തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾക്ക് ഓതറൈസർ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്ത് സാധാരണയായിട്ട് കാർബി, അതേപോലെ ക്യാംസ്, NSTL ഇവരെല്ലാം ഓഫീസുകൾ വിസിറ്റ് ചെയ്ത് ഫിസിക്കലായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തിട്ടും ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ നടത്തി നിങ്ങളുടെ KYC നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ CVL KRA, NDML KRA, ക്യാംസ് KRA, കാർവി KRA ഇവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറിൽ നിങ്ങളുടെ ആധാർ നമ്പറിനെ ബേസ് ചെയ്ത് OTP എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്ത് വാലിഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസിലേക്ക് മാറ്റാൻ പറ്റും. കാര്യം ശ്രദ്ധിക്കാറുള്ളത്, നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ പല സമയങ്ങളിലും നിങ്ങളുടെ പേരും ആ മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്തപ്പോഴുള്ള പേരും അതോടൊപ്പം തന്നെ ആധാറിൽ അപ്പിയർ ചെയ്യുന്ന പേരും തമ്മിൽ പലപ്പോഴും വ്യത്യാസമുണ്ടാകാം. പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മുടെ ഇനീഷ്യൽ അതേപോലെ വെച്ചിട്ടാണ് സാധാരണയായിട്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത്. പാൻ കാർഡിലും അതേപോലെ തന്നെ ആധാർ കാർഡിലും മറ്റും നമ്മുടെ ഇനീഷ്യൽ സാധാരണയായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആധാറിലുള്ള പേരും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളുടെ KYC റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.